തൃശൂർ ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ 18-കാരന് മർദ്ദനമേറ്റതായി പരാതി. മലപ്പുറം പാലപ്പെട്ടി സ്വദേശി അനസിനെ പരിക്കുകളോടെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എടക്കഴിയൂർ നേർച്ച കാണാനെത്തിയ തന്നെ പോലീസ് മർദ്ദിച്ചെന്നാണ് അനസിന്റെ പരാതി. ഇരുവിഭാഗം ആളുകൾ തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തിയത്. ലാത്തി വീശിയതോടെ ആളുകൾ ചിതറിയോടി. കയ്യിൽ കിട്ടിയ തന്നെയും മറ്റൊരാളെയും പോലീസ് ചാവക്കാട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് മർദ്ദിച്ചെന്നാണ് അനസിന്റെ പരാതി. തിരുവനന്തപുരം കരുമത്ത് നിന്ന് 14 വയസ്സുകാരിയെ കാണാനില്ല. തിരുവനന്തപുരം നേമം കരുമം വാർഡിൽ താമസിക്കുന്ന ലക്ഷ്മിയാണ് ഈ മാസം 9 മുതൽ കാണാതായത്. തമ്പാനൂരിൽ നിന്ന് പരശുരാം എക്സ്പ്രസിൽ കയറിപ്പോയതായി CCTV ദൃശ്യങ്ങളിൽ കാണാം. കരമന പോലീസ് കേസെടുത്തു. കാലിന് പരിക്കേറ്റതിനു ശേഷം വിശ്രമത്തിൽ കഴിയുന്ന MK മുനീർ MLA സന്ദർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഞായറാഴ്ച കോഴിക്കോട് നടക്കാവിലുള്ള മുനീറിന്റെ വീട്ടിലെത്തിയാണ് മുഖ്യമന്ത്രി സന്ദർശിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള LDFന്റെ നേതൃയോഗത്തിൽ പങ്കെടുക്കാൻ കോഴിക്കോടെത്തിയതായിരുന്നു മുഖ്യമന്ത്രി. ഇതിനിടെയായിരുന്നു അപ്രതീക്ഷിത സന്ദർശനം. മുഖ്യമന്ത്രിക്കൊപ്പം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസും ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി തന്നെയാണ് മുനീറിനൊപ്പമുള്ള ചിത്രം പങ്കുവച്ച് സന്ദർശന വിവരം ഫേസ്ബുക്കിലൂടെ അറിയിച്ചത്. മൂന്നാം ബലാത്സംഗ കേസിൽ റിമാൻഡിലായ രാഹുൽ മാങ്കൂട്ടത്തിന് ജയിലിൽ പ്രത്യേക പരിഗണനകളില്ല. സെൽ നമ്പർ 3-ൽ രാഹുൽ ഒറ്റയ്ക്കായിരിക്കും കഴിയുക. സഹതടവുകാർ ഉണ്ടായിരിക്കില്ല. MLA ആയതിനാലാണ് രാഹുലിന് ഒറ്റയ്ക്കൊരു സെൽ അനുവദിച്ചത്. നിലത്ത് പായവിരിച്ചാകും രാഹുൽ ഇന്ന് കിടക്കുക. ഡോക്ടർമാർ ആവശ്യപ്പെട്ടാൽ കട്ടിലടക്കമുള്ള മറ്റ് സൗകര്യങ്ങൾ നൽകാനാണ് തീരുമാനം. സാധാരണയായി ജയിലിൽ ഞായറാഴ്ചകളിൽ രാത്രി സ്പെഷ്യൽ ഭക്ഷണമില്ല. ചോറിനോ ചപ്പാത്തിക്കോ ഒപ്പം തോരനും രസവുമായിരിക്കും നൽകുക. നാളെ രാവിലെ ഉപ്പുമാവും കടലക്കറിയുമായിരിക്കും പ്രഭാത ഭക്ഷണം. തിക്കോടി ദേശീയപാതയിൽ ബൊലേറോ കീഴ്മേൽ മറിഞ്ഞ അപകടം. പൂർണ്ണ ഗർഭിണിക്കും 3 വയസ്സുകാരനുമടക്കം വാഹനത്തിലുണ്ടായിരുന്ന 6 പേർക്ക് പരിക്കേറ്റു. മറ്റൊരു വാഹനം എതിരെ വന്നപ്പോൾ അതിൽ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചപ്പോഴാണ് ബൊലേറോ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിഞ്ഞത്. യുവതിയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടെ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു അപകടമുണ്ടായത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30-ഓടെയാണ് അപകടമുണ്ടായത്. വടകര ഭാഗത്തുനിന്ന് വരികയായിരുന്ന ബൊലേറോ പോക്കറ്റ് റോഡിൽ നിന്നും കയറി വന്ന കാറിൽ ഇടിക്കാതിരിക്കാൻ ശ്രമിക്കവേ അപകടത്തിൽപ്പെടുകയായിരുന്നു. പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചു.